ഹലോ ഗോയ്സ്, ഒരിക്കൽ വെൽക്കം ഒരു കള്ളൻ ബാക്ക് ജയിൽ ടു വരത്തങ്കുളിക്കാരൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ മലയാളം റിലീസ് ആണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഷോ നമുക്ക് മലയാളം റിലീസിന്റെ പോണെങ്കിൽ മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് നേരെ പോവാം. തീരുമാനിച്ചു. അവൻ രക്ഷപ്പെടാനായി ഒരു തുരങ്കമുണ്ടാക്കി. വഴിയിൽ വെച്ച് കഴിക്കാനായി അവൻ ഹോട്ട് ഡോഗ്സും കൈവശം വെച്ചിരുന്നു. അവൻ ഉണ്ടാക്കിയ വഴിയിലൂടെ രക്ഷപ്പെടാൻ തുടങ്ങി. വഴിയുടെ അവസാനം അവൻ 3 വാതിലുകൾക്ക് മുന്നിലെത്തി. ഒന്നാമത്തെ വാതിലിനുള്ളിൽ അതിശക്തനായ ഒരു പോലീസ് ഓഫീസറാണുള്ളത്. അവൻ ആ വാതിൽ തുറക്കുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർ കള്ളനെ കീഴ്പ്പെടുത്തി തിരികെ ജയിലിൽ കൊണ്ടുപോകും. രണ്ടാമത്തെ വാതിലിനുള്ളിൽ ഒരു ജയിൽ പുള്ളിയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ കമന്റ് മാത്രമല്ല, നമുക്ക് ഇത്തിരി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ തരണം. പ്രേതമാണുള്ളത്. അവൻ ആ വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ പ്രേതം അവനെ കൊന്ന് അവന്റെ രക്തം കുടിക്കും. മൂന്നാമത്തെ വാതിലിന് പിറകിൽ ജയിലിലെ ഏറ്റവും ശൗര്യമുള്ള നായയാണുള്ളത്. കൂടാതെ അത് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. കള്ളൻ ആ വാതിലിലൂടെ പോയാൽ ആ നായ കള്ളനെ കടിച്ചു കൊല്ലും. കള്ളൻ ഇതിൽ ഏത് വാതിലാണ് തിരഞ്ഞെടുക്കുക? എന്താ നിങ്ങൾക്ക് പറയാമോ? ഭൂതത്തിന്റെ ആ വാതിലാണോ? മൈൻഡ് വെച്ച് ഭൂതത്തിന്റെ വാതിലായി തുറന്നിട്ടിട്ട് ഈ ഡോഗിന്റെ വാതിൽ ഓപ്പൺ ചെയ്യും. ഈ ഡോഗ് പോയിട്ട് ഭൂതത്തിനെ വിളിക്കും. അങ്ങനെയാണോ? അപ്പൊ ആ ഭൂതം ചാവും. ആ ഭൂതത്തിനോട് എസ്കേപ്പ് ആവാം. അതാണോ കളി? നോക്കാം. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. കള്ളൻ മൂന്നാമത്തെ വാതിൽ തിരഞ്ഞെടുക്കും. അവന്റെ കൈവശം ഹോട്ട് ഡോഗ്സ് ഉണ്ടല്ലോ. അവനത് നായയ്ക്ക് നൽകി അതിന്റെ ശ്രദ്ധ മാറ്റും. എന്നിട്ട് മൂന്നാമത്തെ വാതിലൂടെ രക്ഷപ്പെടും. നിങ്ങൾക്ക് ഈ ചോദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മനുവിന് ഒരു കാർ ഓടിക്കാൻ ആഗ്രഹം തോന്നി. അതുകൊണ്ട് മനു ഒരു കാർ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അയാൾ ഒരു മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ 3 കാറുകൾ കണ്ടു. ഈ 3 കാറുകളും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഇതിൽ ഏത് കാറായിരിക്കും മനുവിന് മോഷ്ടിക്കാൻ എളുപ്പം? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ നമുക്കിപ്പോ തന്നെ നോക്കാം. എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ തേർഡ് കാറിൽ കൂടി എസ്കേപ്പ് ചെയ്യാൻ പറ്റുക. അതിനോടൊന്നും ചോദിക്കണ്ട, ഈ സാധനം തന്നെയാണ്. ആ ക്യാമറ ഉണ്ട് തിരിഞ്ഞിരിക്കണത്. ഒന്നിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത്? അപ്പൊ ഒന്ന് കൊള്ളടിച്ച അത് ക്യാമറ കൂടെ കാണും. 2ന്റെ കാറിൻ്റെ ഉള്ളിൽ ആരെ കയറിയില്ല. അപ്പൊ അത് വെച്ചില്ല. അപ്പൊ 3-ൽ-1 എനിക്ക് അത് ഒരു വിയേഡായിട്ട് കാണാനില്ല. അതുകൊണ്ട് 3 തന്നെയാണ് തോന്നുന്നത്. ഈ സൈഡ് കാർ കമന്റ് ചെയ്യട്ടാ. വരൂ, ഇതിന്റെ ഉത്തരം നോക്കാം. ഒന്നാമത്തെ കാറിന് മുകളിൽ ക്യാമറയുണ്ട്. അതുകൊണ്ട് ആ കാർ മോഷ്ടിച്ചാൽ പിടിക്കപ്പെടും. രണ്ടാമത്തെ കാറിനുള്ളിൽ ഡ്രൈവർ ഉണ്ട്. ആ കാർ മോഷ്ടിക്കുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് മൂന്നാമത്തെ കാർ മോഷ്ടിക്കുന്നതാണ് എളുപ്പം. മനു കാറിന്റെ വാതിൽ തുറന്ന് കാർ ഓടിച്ച് രക്ഷപ്പെടും. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ബാങ്ക് എക്സിന്റെ മാനേജർ ഇന്നലെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇന്ന് രാവിലെ ബാങ്ക് എക്സിൽ ഒരു മോഷണം നടന്നു. പോലീസിന് ബാങ്ക് മാനേജറെ കണ്ടെത്താനായില്ല. അവർ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ സഹായം തേടി. മെഹുലിന് ആരുടെയോ ഫോൺ വന്നു. അയാൾ ബാങ്ക് മാനേജറുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. മെഹുൽ അവിടെ എത്തിയപ്പോൾ മാനേജറിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. മാനേജർ പറഞ്ഞു, ഇന്നലെ കിഡ്നാപ്പ് ഇവിടെ കെട്ടിയിട്ടു. അവർ എന്നെ കൊണ്ട് ബാങ്ക് ലോക്കറിന്റെ കോഡ് പറയിപ്പിച്ചു. അപ്പോൾ തന്നെ അവർ പോയി. പിന്നെ തിരികെ വന്നിട്ടില്ല. എന്താ മാനേജർ സത്യമാണോ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. മാനേജർ കള്ളമാണ് പറയുന്നത്. അയാളുടെ അടുത്ത് ഒരു പഴമുണ്ട്. പഴത്തിന്റെ തൊലി പൊളിച്ച് അതാരോ കഴിച്ചിട്ടുണ്ട്. അയാളുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെ അത് കഴിക്കാനാകും? കെട്ടിയിട്ടേക്കാണെങ്കിൽ മറ്റാൾക്ക് കഴിക്കാൻ പറ്റില്ലേ? എന്താ പ്രശ്നം?
അത് ഇന്നലെ കിഡ്നാപ്പേഴ്സ് കഴിച്ചതാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ കറുത്തിട്ടുണ്ടാകും. മാനേജർ കള്ളമാണ് പറയുന്നത്. മെഹുൽ അങ്ങനെ അയാളെ പിടികൂടി. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. അയ്യോ മുംബൈ നഗരത്തിൽ അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. മഴ കാരണം നഗരത്തിലെ വൈദ്യുതി ഇല്ലാതായി. നഗരം പൂർണ്ണമായും ഇരുട്ടിലായി. ഏയ്, സന വല്ലാതെ ഭയപ്പെട്ടു. കാരണം അവൾ ഒരുപാട് സ്വർണവും പണവും തന്റെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനാടി പഠിക്കുന്നത് അവൾ മുറിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവുമെല്ലാം മോഷ്ടിക്കപ്പെട്ടതായി കണ്ടു. അവൾ ഉടൻ തന്നെ ഇൻസ്പെക്ടർ അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചാ പറയട്ടെ, പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ബുദ്ധിയില്ല. അത് നോക്കിയിരുന്നാ മതിയൊന്നുമില്ല. ആദ്യം എന്ത് പൊട്ടത്തി ഗൺപതിനെ വിളിച്ച് വിവരം അറിയിച്ചു. ഉടൻ തന്നെ ഇൻസ്പെക്ടർ ഗൺപത് അവിടെ എത്തിച്ചേർന്നു. സന പറഞ്ഞു, ഈ പണത്തിന്റെ കാര്യം 3 പേർക്ക് മാത്രമാണ് അറിയാവുന്നത്. ഇൻസ്പെക്ടർ അവരെ ചോദ്യം ചെയ്തു. രോഹൻ പറഞ്ഞു, എനിക്ക് നന്നായി ഉറക്കം വന്നു. കൂടാതെ ലൈറ്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയായിരുന്നു. വേണമെങ്കിൽ എന്റെ റൂമിലെ CCTV ഫൂട്ടേജസ് നോക്കാം. പറയണ്ടേ, എനിക്ക് ആരാന്ന് ഇപ്പൊ തന്നെ മനസ്സിലായി. ഈ സണിന്ന് കേട്ടോ കുഞ്ഞു പറഞ്ഞു, എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട്. വെളിച്ചമില്ലാത്തതിനാൽ അവൻ വല്ലാതെ പേടിച്ചു. ഞാൻ അവന് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. രാജ് പറഞ്ഞു, വെളിച്ചമില്ലാത്തതിനാൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് പുസ്തകം വായിക്കുകയായിരുന്നു. അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. നിങ്ങൾ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഞാൻ ഇപ്പൊ തന്നെ ഇതിന്റെ ആൻസർ പറയേ. വെരി വെരി സിമ്പിൾ തന്നെയാണ്. ബുദ്ധിയുള്ളവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി തന്നെയാണത്. ഈ ഫസ്റ്റത്തെ ആളെ തന്നെയാണ് നമ്മുടെ ഇത് പറയണത്. അവൻ പറഞ്ഞ അനുസരിച്ച് എന്ന് വെച്ചാ ഫസ്റ്റ് പറഞ്ഞു, ഈ പണത്തിന്റെ കാര്യം 3 പേർക്ക് മാത്രമാണ് അറിയാവുന്നത്. ഇൻസ്പെക്ടർ അവരെ ചോദ്യം ചെയ്തു. രോഹൻ പറഞ്ഞു, എനിക്ക് നന്നായി ഉറക്കം വന്നു. കൂടാതെ ലൈറ്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയായിരുന്നു. വേണമെങ്കിൽ എന്റെ റൂമിലെ CCTV ഫൂട്ടേജസ് നോക്കാം. ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആണെങ്കിൽ ഈ വീഡിയോ റിവൈവ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി കേട്ടോ. അവൻ പറഞ്ഞെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലായിരുന്നു, ഫാൻ ഇല്ലായിരുന്നു. ആണ്ട് അവൻ നേരെ കിടന്നുറങ്ങി. അപ്പൊ ഇവൻ പറഞ്ഞു, നിങ്ങൾക്ക് സംശയം CCTV ക്യാമറ ഫൂട്ടേജ് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അങ്ങനെ പറഞ്ഞു. CCTV ക്യാമറയുടെ ഫൂട്ടേജ് നോക്കാം. പക്ഷേ ഈ കറണ്ട് ഇല്ല, ഫാനും ഇല്ല. അപ്പൊ എങ്ങനെ CCTV വർക്കാണ്? അഥവാ ജനറേറ്റർ ഉണ്ടെങ്കിൽ ജനറേറ്റർ ഇല്ല. കറണ്ട് അതിന്റെ പേര് ഇൻവെർട്ടർ അല്ലേ? ജനറേറ്റർ അങ്ങനെ ഉണ്ടോ? ഇൻവെർട്ടർ അതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ ഇവൻ പറഞ്ഞത് ലൈറ്റ് ഫാൻ ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ നിങ്ങള് CCTV ക്യാമറ ഫുട്ടേജ് ചെക്ക് ചെയ്തോ. ഈ കറണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് പൈസ അങ്ങനെ പറയാ? സിമ്പിൾ. റിനു പറഞ്ഞു, എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട്. വെളിച്ചമില്ലാത്തതിനാൽ അവൻ വല്ലാതെ സ്ഥലങ്ങളും പോയി നോക്കി. അങ്ങനെ മനസ്സിലായി ആരാണ് യഥാർത്ഥ മോഷ്ടാവെന്ന്. എങ്ങനെ, നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. സിമ്പിളാണ്. അത് എല്ലാവരും കുഴപ്പമില്ല. വരൂ, നമുക്കിതിന്റെ ഉത്തരം നോക്കാം. ഇവിടെ 2 പേരാണ് കള്ളം പറയുന്നത്. രോഹനും രാജുമാണ് അവർ. ലൈറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് CCTVയിൽ ഒന്നും കാണാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ രോഹൻ പറഞ്ഞത് കള്ളമാണ്. രാജ് പറഞ്ഞത് പുസ്തകം വായിച്ച് താൻ ഉറങ്ങിപ്പോയി എന്നാണ്. പക്ഷേ ഈ ചിത്രത്തിലുള്ള മെഴുകുതിരി നോക്കുമ്പോൾ അതിൽ അല്പം പോലും മെഴുക് ഉരുകിയിട്ടില്ല. അതുകൊണ്ട് അവനും കള്ളമാണ് പറയുന്നത്. ഇൻസ്പെക്ടർ ഗൺപത് അങ്ങനെ 2 പേരെയും പിടികൂടി. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ഈ 2 ചിത്രങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഇതിലാകെ എത്ര വ്യത്യാസങ്ങളാണ് ഉള്ളത്? ഞാനിപ്പൊ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈഡിലെ ട്രക്ക് കാണാനില്ല. പിന്നെ ആള് നോക്കുക, ഹെഡ്സെറ്റ് വെച്ചിട്ടുള്ള ആള്. ഈ പോലീസിന്റെ മുമ്പിൽ സ്ത്രീ കണ്ട, അതിന്റെ മുമ്പിലൊരു വായു കുളിച്ചിരിക്കുന്ന ഒരുത്തൻ കണ്ട, അതിന്റെ മുമ്പിലേക്ക് ഒരുത്തൻ പോക്കറ്റിലും കൈയിട്ടിട്ട് തലയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇരിക്കണത് കണ്ട. ആ ഹെഡ്സെറ്റിന്റെ കളർ ഈ 2 വെച്ച് നോക്കിയേ. ആ സിമ്പിള്. അപ്പൊ 2 കണ്ടുപിടിച്ചു. ഫസ്റ്റത്തെ ആ ലോറി, പിന്നെ ഇയാള്, പിന്നെ ആ സൈഡിലത്തെ ഡോഗും കയറ്റുമാണ് രണ്ടിലത്തെ. ആ ചില്ല് പൊട്ടിച്ചതിന്റെ ഭാഗത്തിലത്തെ ആ ഡോഗും കയറ്റുമാണ് വ്യത്യാസം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ 3ാമത്തെ മിസ്റ്റേക്കിനെ കണ്ടുപിടിച്ചു. ഇനി 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ചില്ല് പൊട്ടിയ ചെറിയ പീസ് ഫസ്റ്റത്തെ പിക്ചറിലുണ്ട്, പക്ഷെ സെക്കൻഡിലത്തെ പിക്ചറില്ല. ഇതപ്പോ 4th ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 5th എന്തപ്പോ? 5th എന്തപ്പ ചെയ്യ? എന്താ നോക്കുക?
സാറെ കാണാനില്ലല്ലോ. നാലെണ്ണം ഉള്ളത് തോന്നുന്നില്ലേ? 4 ഉണ്ടാകുന്നു. ഓക്കെ, ഇപ്പം സാവധാനം നോക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. 4 ഗൈസ്, 5 ഉണ്ട്. 5 ഗൈസ്. ആ ഹെഡ്സെറ്റ് വെച്ച അതിനെ പറഞ്ഞില്ലേ, എന്റെ ബാക്കിലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിലത്തെ ഗ്ലാസ് ഉണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ പിക്ചറിലെ ഗ്ലാസ് ഇല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന് ആൻസേഴ്സ് വരും. സർക്കിളിൽ മിക്കവാറും കണ്ടു. ഇതിന്റെ ബാക്കിലത്തെ ഹെഡ്സെറ്റ് വെച്ചാളുടെ ബാക്കിൽ ഒരു കണ്ണാടി ഇല്ലേ ബിൽഡിങ്ങിന്റെ അടുത്ത്. പക്ഷെ രണ്ടാമത്തെ പിക്ചറിൽ ആ കണ്ണാടി ഇല്ല. അതാണ് പക്ഷെ വിൻഡോ സാധാരണ. ഇതിലാകെ 5 വ്യത്യാസങ്ങളാണ് ഉള്ളത്. 1, ഈ വീടിന്റെ ജനലുകൾ. 2, ഇയാളുടെ ഹെഡ്സെറ്റിന്റെ നിറം. 3, അവിടെ ഉണ്ടായിരുന്ന ട്രക്ക്. 4, ഈ ജനലിന്റെ പൊട്ടിയ ചില്ലുകൾ. 5, ഇവിടെ പൂച്ചയ്ക്ക് പകരം നായയാണുള്ളത്. ഈ ചിത്രം നന്നായി ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ, ഇതിൽ ഈ കുട്ടിയുടെ അമ്മ ആരാണ്? എ, ബി അതോ സിയോ? നന്നായി ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. എനിക്ക് തോന്നുന്നു ഈ കുട്ടി ജനിച്ചിട്ട് അധികമായിട്ടില്ല. കുട്ടിയുടെ അമ്മ മരിച്ചതാണ്. ഭിത്തിയിൽ പടായി കിടക്കുന്ന കണ്ട മാലി. ഇപ്പൊ എന്തായാലും തോന്നുന്നു വെച്ചാൽ വയസ്സ് കുറവുള്ള ആള് അതാരാണ്? വയസ്സ് കുറവല്ല, കൂടുതലുള്ള ആള്. വയസ്സ് കുറവുള്ള ആള് 2016 15 ഏറ്റവും കുറവ് 16 2020 സോ ആ 2000 സി ആൻസറാണ് തോന്നുന്നത് കറക്റ്റായിട്ട്. സോ സി ആണ് ചാൻസ്. കുട്ടീനെ കണ്ട അങ്ങനെ തോന്നും. വരൂ, നമുക്കിതിന്റെ ഉത്തരം നോക്കാം. കുട്ടിയെ നോക്കുമ്പോൾ അവന് 1-2 വയസ്സ് മാത്രമാണ് പ്രായം. എ 2015 മരിച്ചത്. ബി 2016, സി 2020 മരിച്ചത്. എയും ബിയും 4-5 വർഷം മുൻപ് മരിച്ചവരാണ്. അതുകൊണ്ട് സി ആയിരിക്കും കുട്ടിയുടെ അമ്മ. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അടുത്ത ഇതിന്റെ താഴെ ഉണ്ടാവും. ഏത് വഴി നിങ്ങൾ തിരഞ്ഞെടുക്കും? ആരാണ് കള്ളൻ? പിന്നെ ഇവിടെ ചൂടുകാലം.